ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇലക്ട്രിക് ബൈക്കിൻ്റെ യുഗമായതുകൊണ്ട് എൻ്റെ കയ്യിലൊരു ഇലക്ട്രിക് ബൈക്ക് കൺട്രോൾ യൂണിറ്റ് നമ്മുടെ കൈ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 48 വോൾട്ട് അതുപോലെ തന്നെ 250 വാട്ട്സിൻ്റെ കൺട്രോളിങ് യൂണിറ്റാണ്. അതായത് BLDC മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വയറുകളാണ് നമ്മുടെ ത്രോട്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വയറുകളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, 4 സ്ക്രൂ നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ക്രൂ അയച്ചു. പിന്നെ അതേപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന നമ്മുടെ ഹീറ്റ് സിങ്കായിട്ട് ഇതിലേക്ക് ഹീറ്റ് സിങ്കിൻ്റെ ഇവിടെ 6 സ്ക്രൂ ഉണ്ടായിരുന്നു. 6 സ്ക്രൂ അയച്ചിട്ട് നമ്മളെ ബോർഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്ക്രൂ അയക്കുന്ന വീഡിയോസ് ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഈ BLDC മോട്ടറിന് 3 വയറുണ്ട്. അപ്പോൾ ആ 3 വയറിനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് 3 വയറും മോസ്ഫെറ്റ് വെച്ചാണ് നമ്മുടെ മോട്ടറിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ചെയ്യാണ്ട് നമുക്ക് ഇൻപുട്ടായിട്ട് ചെറിയൊരു IC അതിൽ വരുന്നുണ്ട്. ഇതാണ് മൊത്തം പ്രോഗ്രാം IC വരുന്നത്. ഏറ്റവും ചെറുത് കുഞ്ഞ് IC നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ BLDC മോട്ടറിന് നമുക്ക് 3 വയറാണ്. ഒരുവിധം എല്ലാ ബോർഡുകൾക്കും കോമൺ ആയിട്ട് വരുന്നത് ഗ്രീനും യെല്ലോയും ബ്ലൂ ആണ് നമ്മുടെ BLDC മോട്ടറിന് വരുന്നത്. നമ്മളുടെ ഈ ഒരു ബ്ലൂവും അതേപോലെ തന്നെ ഗ്രീനും യെല്ലോയും ഇവിടെ ഉണ്ടാവും. ഈ ഇതേ വയർ തന്നെ നമ്മുടെ BLDC മോട്ടറിനും കോമൺ ആയിരിക്കും. അപ്പോൾ ഇത് മാറാതെ കൊടുത്താൽ മാത്രം മതി. പക്ഷേ നമ്മുടെ കണക്ഷൻ മാറിയാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വലത്തോട്ടാണ് കറങ്ങുന്നതെങ്കിൽ അത് ഇടത്തോട്ടായിരിക്കും കറങ്ങുക, റൊട്ടേഷൻ ചേഞ്ച് ആവും. നമ്മുടെ റൊട്ടേഷൻ BLDC മോട്ടർ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കമ്പനി കറക്റ്റ് യെല്ലോ കറക്റ്റാണെങ്കിൽ നമുക്ക് ഗ്രീനും യെല്ലോയ്ക്കും ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ റെഡ് വയറും അതേപോലെ തന്നെ ബ്ലാക്ക് വയറും നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു 6 വയർ, അതായത് 5 വയർ നമുക്ക് നല്ല കട്ടിയുള്ളതായിരിക്കും, അതായത് ഹൈ ആംബിയർ ഉള്ളതായിരിക്കും, ആംബിയർ പാസ് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ BLDC മോട്ടർ. BLDC മോട്ടർ എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് നമ്മുടെ ഡ്രോണിനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡാണ് ഇതിൽ വരുന്നത്. 3 വയർ നിങ്ങൾക്ക് കാണാം. അവിടെ ഗ്രീനും അതേപോലെ തന്നെ യെല്ലോയും ബ്ലൂവിന് പകരം ഇവിടെ ബ്ലാക്കും യെല്ലോയും റെഡും ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഇതിൻ്റെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം ഇവിടെ ഈ ഒരു കൺട്രോളിങ്ങിൽ നിന്ന് വരുന്ന സിഗ്നലിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണാം ബ്ലൂ, ഗ്രീന്, ഈ 3 വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ മോട്ടർ ഏകദേശം വലുപ്പം ഉണ്ടാവും, പക്ഷേ ഇത് വാട്ട്സ് കുറവുള്ളതാണ്. മെത്തേഡൊക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോട്ടർ നിങ്ങളെ കാണിച്ച് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാം 5 വയർ ഇപ്പോൾ കാണിക്കുന്ന റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്. ഇത് നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ മോട്ടർ, അതായത് BLDC മോട്ടറിലേക്ക് ഈ 3 വയറല്ലാതെ നമ്മൾ കാണിക്കുന്ന നീലയും ഗേജുള്ള വയറല്ലാതെ ഈ 5 വയറും പാടെ എക്സ്ട്രാ വരും. ഇത് സെൻസേഴ്സാണ്. അതായത് നമ്മുടെ ഈ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആക്സിലേറ്ററൊക്കെ ഫുള്ളിൽ കൊടുത്ത് ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വണ്ടി പോവില്ല. അപ്പം ഒക്കെ സെൻസ് ചെയ്യും. നമ്മൾ സ്ലോയിൽ കൊടുക്കുന്ന സമയത്തേക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപകടം ഇല്ലാതാക്കാൻ വേണ്ടി സെൻസർ. അപ്പോൾ നമ്മൾ ആക്സിലേറ്ററൊക്കെ ഫുൾ ആക്സിലേറ്ററിൽ സ്റ്റക്കായി കിടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് കൊടുക്കുകയാണെങ്കിൽ വണ്ടി ഒന്ന് സഡൻ മൂവ് ആവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇതിനുള്ള മാഗ്നറ്റൊക്കെ സെൻസ് ചെയ്തിട്ടുള്ള സെൻസേഴ്സാണ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു മൊഡ്യൂൾ ഇതിൻ്റെതല്ല. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ വർക്ക് ചെയ്യണം, അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന 3 വയറാണ് നമ്മളെ BLDC മോട്ടറിനെ കൺട്രോൾ ചെയ്യിക്കാൻ, അതായത് നമ്മളെ സ്പീഡ് കൺട്രോൾ ചെയ്യിക്കാൻ. അപ്പോൾ അതിൻ്റെ 3 വയറാണ് വരുന്നത്. അതിൽ റെഡ് 5 വോൾട്ടും അതിൽ ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് അതിൻ്റെ നെഗറ്റീവ് സപ്ലൈ ആണ്. അതേപോലെ അതിൻ്റെ ഗ്രീനും ബ്ലാക്കും പാടെ വരുന്നൊരു വയറുണ്ട്, അതാണ് അതിൻ്റെ സ്പീഡ് കൺട്രോളർ. അതായത് അതിലേക്കാണ് നമ്മുടെ PWM സിഗ്നൽ തന്നെയാണ് വരുന്നത്. ആ സിഗ്നൽ അവിടെ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ 5 വോൾട്ടാണ് വരിക. 5 വോൾട്ടിൻ്റെ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മളെ ഈ മോട്ടർ RPM വ്യത്യാസം വരിക. അതിനാണ് നമ്മളെ ഈ ആക്സിലേറ്ററിൻ്റെ പകരമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നോബ് തിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടീൻ്റെതല്ല, ഞാൻ ഡ്രോണിൽ ഉപയോഗിച്ച് നേരത്തെ കാണിച്ച ചെറിയൊരു BLDC മോട്ടറിൻ്റെ കൺട്രോളിങ് യൂണിറ്റാണ്. ഈ തിരിക്കുന്നതാണ് നമ്മളെ സെർവോ കൺട്രോളർ എന്ന് പറഞ്ഞത്. ഈ ഒരു സെയിം സാധനമാണ് നമ്മുടെ ബൈക്കിന് ത്രോട്ടിലായി വരിക. അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു മഞ്ഞ ഇത് കാണാം, നിങ്ങളാണ് ESC, സ്പീഡ് കൺട്രോളർ. ഈ സ്പീഡ് കൺട്രോളറാണ് ഇതിൽ നമ്മളെ വലിയ ബോർഡിൽ മോസ്ഫെറ്റും വരും. അതിന് പകരം അതേപോലെ തന്നെ ചെറിയ കൺട്രോളിങ് വരുന്നുണ്ട്. PLDC പൾസ് ഉണ്ടാക്കിയിട്ട് അതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ 5 വോൾട്ട് ഔട്ട്പുട്ട് ചെയ്യുന്ന ഈ മഞ്ഞ ഇതാണ് ESC, ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണാം. അപ്പോൾ ആ ഒരു വലിയ ബോർഡിൽ നമുക്ക് വലിയ ഹൈ പവർ ഉണ്ടാക്കാൻ വേണ്ടി മോസ്ഫെറ്റാണ് വരുന്നത്. പക്ഷേ ഇതിലും ഈ ഒരു മഞ്ഞ ഇതിൽ നമ്മൾ കേസിൽ കാണാത്തത് കൊണ്ടാണ് ഇതിൽ മോസ്ഫെറ്റും വരുന്നുണ്ട്.
അതേപോലെ തന്നെ ഇതിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വരുന്ന സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത്, അതായത് ബൈക്കിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ആ ബോർഡിൽ വന്നിരുന്ന ത്രോട്ടിലിന് കൊടുക്കാനുള്ള ബ്ലാക്കും അതേപോലെ തന്നെ റെഡും അതേപോലെ തന്നെ ഇൻപുട്ട് വരുന്ന അതിൽ സിഗ്നൽ കൊടുക്കാനുള്ള ഗ്രീനും, ആ 2 വയറിനും കൂടെ വരുന്നതാണ് നമുക്ക് ഇതിലേക്ക് മൊത്തം വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇത് മോസ്ഫിറ്റുകളാണ് ഇവിടെ ഇങ്ങനെ 4 അതായത് 3 വൈൻഡിങ്ങിനെ അതായത് 3 ഫേസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നത്. 3 ഫേസ് ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ഫേസ് ആക്കാൻ വേണ്ടിയിട്ട് 4 മോസ്ഫിറ്റ് സെറ്റ് വീതം 3 12 പിന്നെ മോസ്ഫിറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഇതിലേക്കുള്ള ഇൻപുട്ട്, അതായത് ഈ ഒരു മോസ്ഫിറ്റിൻ്റെ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ്. അപ്പോൾ നമ്മൾ സോഴ്സ് കൊടുക്കുന്നത് വെച്ചാൽ ഡ്രെയിൻ ഔട്ടാക്കുന്ന വോൾട്ടേജ് ഔട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ചെറിയൊരു IC ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ ഒരു ICയിൽ നിന്ന് വരുന്ന സിഗ്നൽസ്, അതായത് സിഗ്നൽസിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഗേറ്റിലേക്ക് ചെറിയൊരു വോൾട്ടേജ് കൊടുക്കുകയും ഈ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് നമ്മുടെ BLDC മോട്ടറിനെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഈ ഒരു മോസ്ഫിറ്റാണ് നമ്മുടെ ഈ ഒരു 4 സെറ്റ് വരുന്നത്. 4x3 12 മോസ്ഫിറ്റ് വെച്ചാണ് നമ്മുടെ ഈ 3 ഫേസ് ആക്കി മാറ്റി ഹൈ പവർ കൊടുത്ത് നമ്മുടെ മോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. പിന്നെ ഇത് കംപ്ലൈൻറ്റ് ആവാൻ വരുന്ന നമ്മുടെ ഏതെങ്കിലും 3 ഫേസ്, അതായത് 3 ഫേസ് ആക്കുന്ന ഈ മോസ്ഫിറ്റാണ് കംപ്ലൈൻറ്റ് ആവുക ഒരുവിധം തോന്നി. അതായത് ഹീറ്റ് ആവുന്ന സമയത്ത് ഇതുപോലെ ബേൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, മോസ്ഫിറ്റ് ചെക്ക് ചെയ്യുന്ന. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ പ്രോഗ്രാം IC, നേരത്തെ കാണിച്ച ചെറിയ കുഞ്ഞ് IC, കുറേ കാലുകളുള്ള IC ആണ്. IC ആണ് നമുക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. മറ്റേ മോസ്ഫിറ്റൊക്കെ നമുക്ക് വേഗം സോൾഡർ ചെയ്ത് മാറ്റാം. പക്ഷേ ഇതുപോലെ ഒരു ബോർഡിന് നമുക്ക് ഏകദേശം 2000-3000 രൂപ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാക്കിൽ വരുന്ന ഹീറ്റ് സിങ്കാണ്. ഹീറ്റ് സിങ്കിൽ കറക്റ്റ് ഇതാണെങ്കിൽ നമുക്ക് മോസ്ഫിറ്റ് പോകാതെ കറക്റ്റ് വർക്ക് ചെയ്യാം. അതായത് ലോങ് ഒക്കെ ഓടുന്ന സമയത്താണ് നമുക്കിത് കൂടുതൽ ഈ മോസ്ഫിറ്റ് നമുക്ക് ഹീറ്റായി വരുന്നത് കാണാം. പിന്നെ അതിൽ കുറച്ച് വയറുകളൊക്കെ വരുന്നുണ്ട്. അതിൽ നമുക്ക് LED ലൈറ്റ് അതേപോലെ തന്നെ ചാർജിങ് പോയിൻ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ BLDC കൺട്രോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.